പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്തെ ആൽമരം വെട്ടിയതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിന് സമീപത്തെ പൈതൃക മരങ്ങളുടെ കൂറ്റൻ ചില്ലകളാണ് വെട്ടിമാറ്റിയത്. പരമശിവന്റെ ജഡയായി കരുതുന്ന തേക്കിൻകാട് മൈതാനത്തിലെ ആൽമരങ്ങൾ മുറിക്കുന്നതിനെതിരെ നേരത്തെ ബിജെപി രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഏത് നേതാവും CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആത്മീയ നേതാക്കന്മാരായിക്കോട്ടെ, അവരൊന്ന് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പതിറ്റാണ്ട് പഴക്കമുള്ള വൃക്ഷങ്ങളുടെ സ്റ്റികകൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ ഡീലറായ നരേന്ദ്രമോദി മണ്ണിലേക്ക് വന്നപ്പോൾ ഈ ആൽമരം നിരവധി വിശ്വാസികൾ വലം വയ്ക്കുന്ന, നിരവധി വിശ്വാസികൾ വിളക്ക് വയ്ക്കുന്ന ഒരു ആൽമരമാണ്. അതിന്റെ സ്റ്റികകൾ അറുത്തുമാറ്റുന്ന സാഹചര്യമായി ഉണ്ടത്. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. മോദിക്ക് വേദിയൊരുക്കാനായി വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ചാണകവെള്ളം തളിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ബിജെപിയുടെ ആരോപണം. ചാണകവെള്ളത്തിൽ കുളിപ്പിക്കുന്ന പ്രതാപനെ എന്തൊരു അസൂയാണ്. ഇന്ത്യ അസഹിഷ്ണുത പ്രധാനമന്ത്രിക്ക് ഒന്ന് പ്രസംഗിക്കാൻ പാടില്ലേ? ഇവിടെ തൃശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ്. അതിലുള്ള അസൂയ, അസഹിഷ്ണുത, അതല്ലാതെ എന്താണ്? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എന്ത് പ്രശ്നം? ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി. അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം കലാപുണ്ടാക്കുക. ഇത് പ്രതാപന്റെ അസഹിഷ്ണുത തോൽവി ഉറപ്പിച്ചു. തോൽക്കുമെന്ന് ഉറപ്പായി. അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന് ഗൂഢാലോചനയാണ്. പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. എസ് വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, മോദി വന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരായ വിവാദവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിന്റെ വക്കുവരെ എത്തിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നത്. തുടർ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ, അതോ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? രേണുക, ഈ വിവാദം ഇത് വെട്ടിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പൂർണ്ണമായും SPGയുടെ ഒരു നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ആർക്കും കടക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് തന്നെയുള്ള ഒരു മരമാണ്. ഇത് മുമ്പും ഇതുപോലെ തന്നെ ഈ പൂരത്തിനോടനുബന്ധിച്ച് ഇതിന്റെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് BJP ആയിരുന്നു. അതായത് ശിവന്റെ ജഡയായി വിശ്വാസികൾ കാണുന്നതാണ്, ഒരു കാരണവശാലും ഇതിന്റെ ശിഖരങ്ങൾ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രംഗത്ത് വന്നത് ഒരു തവണയല്ല, പലതവണ BJP ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിന്റെ സുരക്ഷയുടെ ഭാഗമായി ഇത് നിൽക്കുന്ന, അതായത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ അടുത്തായിട്ടാണ് ഈ തേക്കിൻകാട് മൈതാനിയിലുള്ള ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് സമീപമുള്ള ചില്ലയാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, നിരവധി ആളുകൾ അവിടെ ഇരിക്കുന്നതാണ്. ഒപ്പം തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിന്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ വലിയ വിശ്വാസം ഈ ഒരു ആലിനോടും കാണിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി എന്ന് തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് കേൾക്കാമായിരുന്നു. കാരണം ഇത് ഒരു കാരണവശാലും ഇതിന്റെ ശിഖരങ്ങൾ വെട്ടാൻ പാടില്ല. കാരണം ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്, ആളുകൾ അതിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതാണ്. മാത്രമല്ല ഇത് ഒരു പൈതൃക മരമായി സംരക്ഷിച്ചു പോരുന്നതാണ്. ഈ ദേവസ്വം ബോർഡ് ഇത് കൃത്യമായി തന്നെ പറയുന്നതാണ്. ഒരു കാരണവശാലും ഇതിന്റെ ഒരു ചില്ലയുടെ ഒരു കഷ്ണം പോലും വെട്ടാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ഇതിന്റെ ശിഖരങ്ങൾ, വലിയ ശിഖരങ്ങൾ, കൂറ്റൻ ശിഖരങ്ങൾ തന്നെ പൂർണ്ണമായും മുറിച്ചു നീക്കിയിട്ടുള്ളത്. ഇതാണ് വിവാദത്തിന് കാരണമായത്. ഇന്നലെ തന്നെ ഈ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇത് വലിയ വിവാദമായിരുന്നു. തുടർന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് മാർച്ച് നടത്തിയത്. ഇവിടെ പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിച്ചു. ഇത് മാത്രമല്ല, ഈ മരം മുറിച്ചത് മാത്രമല്ല, ഇവിടെ ചാണകവെള്ളം കലക്കി ഒഴിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് പ്രധാനമന്ത്രി പങ്കെടുത്ത ഈ വേദിയോട് ചേർന്നുള്ള സ്ഥലത്ത് ഇത് തടയാൻ ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ നീക്കം തടയാൻ BJP പ്രവർത്തകർ തയ്യാറായി. അങ്ങനെ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറുണ്ടായി. തുടർന്നാണ് സംഘർഷഭരിതമായത്. ഉടൻ തന്നെ പോലീസ് എത്തി ഇരു കൂട്ടരെയും മാറ്റുകയായിരുന്നു ഇവിടെ ഉണ്ടായത്. അതിനുശേഷവും സംഘർഷം കുറച്ച് സമയം തുടർന്നു. എന്തായാലും സ്ഥലത്തിപ്പോൾ വൻ പോലീസ് സന്നാഹം തന്നെയുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയത്. തീർച്ചയായും വിനേഷ്, ഇതിപ്പോൾ ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ടോ?
ദേവസ്വം ബോർഡ് അധികൃതരാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ്. കാരണം ഇത് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്നാണ് ഇത് വെട്ടുന്നത്. വെട്ടിയതിന് പിന്നാലെ തന്നെ ഇത് ഈ SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആ സ്ഥലമായതിനു ശേഷമാണ് ഇത് വെട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് പോകാനോ ഇത് പരിശോധിക്കാനോ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. കാരണം ആരെയും ആ ഭാഗത്തേക്ക് അങ്ങനെ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ പ്രദേശത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് വെട്ടിയിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ സ്വന്തഷ്ടപ്രകാരം എന്തായാലും സംഘാടകർ ഇത് ചെയ്യില്ല. ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യാവുന്നതല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട് മറ്റു പരിപാടികൾക്കുമെല്ലാം ഇതിന്റെ ചെറിയ ചില്ലകൾ വെട്ടാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായപ്പോൾ അതിന് ദേവസ്വം ബോർഡ് ശക്തിയുക്തം എതിർത്തതാണ്. അവർക്ക് അന്ന് ദേവസ്വം ബോർഡിന് പിന്തുണയുമായി BJP രംഗത്ത് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ വലിയ ശിഖരങ്ങൾ തന്നെ മുറിച്ചു മാറ്റിയതോടുകൂടി ദേവസ്വം ബോർഡിനെതിരെ കോൺഗ്രസ് തിരിഞ്ഞിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ സ്ഥലങ്ങളിൽ നിരവധി ആലുകളുള്ള ഒരു സ്ഥലമാണ്. ചുറ്റുഭാഗവും, അത് തേക്കിൻകാട് മൈതാനിയുടെ ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗവും പലയിടത്തായി പല മണികണ്ഠൻ ആൽ, അതുപോലെ തന്നെ നായക്കൻ ആൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആലുകളുണ്ട്. ഇതെല്ലാം ഒരു പൈതൃക മരമായി തന്നെ സംരക്ഷിച്ചു പോരുന്നതാണ്. പക്ഷേ ഈ നായക്കനാൽ എന്ന് പറയുന്ന ആലിന്റെ, അതായത് ഈ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെ കാണുന്ന വലിയൊരു ആലാണ്. അത് വലിയ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു സംരക്ഷിത മരമാണ്. ഇതാണ് ഈ ഒരു പൈതൃക മരമാണ് ഇത്തരത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്നത്. ഇതാണ് വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ശരി, S വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.